ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് ആറന്മുള വള്ളസദ്യക്ക് പോയപ്പോൾ കണ്ട കാഴ്ചകളാണ്. ഞങ്ങൾ ചെന്ന സമയം അല്പം വൈകിപ്പോയി. നട അടച്ചതുകൊണ്ട് അമ്പലത്തിനകത്ത് കയറി തൊഴാൻ പറ്റിയില്ല. അപ്പോഴേക്കും സദ്യയ്ക്ക് കൂപ്പൺ തരാമെന്ന് പറഞ്ഞ ആളിൻ്റെ വിളി വന്നു. കീക്കുഴൂർ വയലത്തല പള്ളിയോടത്തിൻ്റെ വള്ളസദ്യയിലെ വഴിപാടിലാണ് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടിയത്. തിരക്ക് കൂടുന്നതിന് മുന്നേ ഞങ്ങൾ ക്യൂവിൽ കയറി നിന്നു. അപ്പോഴേക്കും ഓരോ പള്ളിയോട സംഘങ്ങളും പാട്ടുപാടി ക്ഷേത്രത്തിനെ വലം വെച്ച് വരികയുണ്ടായിരുന്നു. ഞങ്ങളുടെ പള്ളിയോട സംഘവും എത്തിച്ചേർന്നു. ഉത്രട്ടാതി വള്ളംകളിക്ക് ലഭിച്ച ട്രോഫിയുമായാണ് അവർ ക്ഷേത്രത്തിനെ വലം വെച്ച് വരുന്നത്. സദ്യാലയത്തിനുള്ളിൽ വിളക്ക് കൊളുത്തി വഞ്ചിപ്പാട്ടിൻ്റെ ഈരടിയിൽ കേട്ടു തുടങ്ങി. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ചോറൊഴികെ എല്ലാ വിഭവങ്ങളും ഇലയിൽ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം ഒരുപാട് വിഭവങ്ങൾ ഇലയിൽ നിറഞ്ഞു നിന്നു. രണ്ടാം തവണയാണ് ഞാൻ ഇങ്ങനെ വള്ളസദ്യ കഴിക്കുന്നത്. 4 കൂട്ടം പായസവും മോരും പുളിശ്ശേരിയോ രസവും ഒക്കെ ഉൾപ്പെട്ട ഒരടിപൊളി സദ്യയായിരുന്നു. ഒക്കെ കഴിഞ്ഞ് ക്ഷേത്രക്കടവിൽ പോയി പള്ളിയോടങ്ങളൊക്കെ ഒന്ന് കണ്ടു. തിരുവോണത്തോണി ഉൾപ്പെടെ എല്ലാ പള്ളിയോടങ്ങളും അങ്ങനെ നിരനിരയായി കെട്ടിയിട്ടിരിക്കുന്നു. പള്ളിയോടങ്ങൾ എന്ന് പറയുന്നത് അടുത്ത് കാണുമ്പോൾ അത്ഭുതവും കൗതുകവും ഉളവാക്കുന്ന ഒന്നാണ്. ധാരാളം കൊത്തുപണികളോട് കൂടിയതും ഭംഗിയുള്ളതുമാണ് തിരുവാറന്മുളയപ്പൻ്റെ പള്ളിയോടങ്ങൾ. അത്രയും മനോഹരമായി നിർമ്മിക്കുന്ന തച്ചന്മാരെയും ഈ നിമിഷം ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നു. ഈ ഒരു ചെറിയ കലാകാരൻ എന്ന നിലയിലും ഈ പള്ളിയോടത്തിൻ്റെ ഈ വലിയ കലാസൃഷ്ടിയെ ഞാൻ അതിശയത്തോടെ നോക്കിക്കാണുന്നു. മകനൊപ്പം പള്ളിയോടത്തിൽ കയറി 1-2 ഫോട്ടോ കൂടി എടുത്താണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.